സ്വാഗതം എല്ലാവർക്കും വളരെ പ്രധാനപ്പെട്ട സൈക്കോളജി ക്വസ്റ്റ്യൻ ഡിസ്കഷൻ സെഷനിലേക്ക്. ഒരുപാട് കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചു. നമ്മുടെ എക്സാമിനോട് അടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഫൈനലായിട്ടുള്ള ഒരു റിവിഷൻ എന്നുള്ള രീതിയിൽ മാത്രമാണ് നമ്മൾ ഈ ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതുവരെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഇതുവരെ പഠിച്ച കാര്യങ്ങളൊന്നും ഇടയ്ക്കിടയ്ക്കൊന്ന് റിവൈസ് ചെയ്തുകൊണ്ടിരിക്കണം, അല്ലെങ്കിൽ നമുക്ക് ആ ഒരു കണക്ഷൻ പോകും. അപ്പോൾ ഇന്നത്തെ ചോദ്യങ്ങൾ വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാം. ഓരോ ചോദ്യങ്ങൾ കാണുമ്പോഴും ഞാൻ എപ്പോഴും പറയാറുണ്ട്, റിപ്പീറ്റ് ചെയ്യുന്നത് തന്നെയാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നത് തന്നെയാണ്. വീഡിയോ പോസ് ചെയ്യുക, അതിന് കൃത്യമായിട്ടുള്ള ആൻസറിലേക്ക് എത്താൻ പറ്റുന്നുണ്ടോ എന്നുള്ള കാര്യം നിങ്ങൾ നോക്കുക. അതിനുശേഷം എന്ത് ചെയ്യുക, ഞാൻ പറയുന്ന ആൻസർ നിങ്ങൾക്ക് കിട്ടിയതുമായിട്ട് കറക്റ്റാണ് എന്നുള്ള കാര്യം ഉറപ്പിക്കുക. ഓക്കെ, അപ്പോൾ ഓരോ ചോദ്യങ്ങളായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ അവസാനം ഇതിലെ എല്ലാ ചോദ്യങ്ങളും ചർച്ച ചെയ്തതിന് ശേഷം എത്രത്തോളം സ്കോർ ചെയ്യാൻ പറ്റി എന്നുള്ള കാര്യം കൂടെ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്ത് അറിയിക്കാനും മറക്കാതെ ശ്രദ്ധിക്കണം. ഓക്കെ, ആദ്യത്തെ ചോദ്യം ഇങ്ങനെയാണ്: താഴെ പറയുന്നതിൽ ഏതാണ് വിദ്യാർത്ഥി കേന്ദ്രിത സമീപനത്തിൻ്റെ സവിശേഷത അല്ലാത്തത്? താഴെ പറയുന്നതിൽ ഏതാണ് വിദ്യാർത്ഥി കേന്ദ്രിത സമീപനത്തിൻ്റെ സവിശേഷത അല്ലാത്തത്? ഓപ്ഷൻ നോക്കാം. കുട്ടികളുടെ സർഗാത്മകത പോഷിപ്പിക്കപ്പെടുന്നു. വിലയിരുത്തൽ മിക്കപ്പോഴും ഒരു തുടർ പ്രക്രിയയായിരിക്കും. പഠന പ്രക്രിയയ്ക്ക് പ്രാധാന്യം നൽകുന്നു. അതുപോലെ പഠിതാക്കൾക്ക് ചർച്ചയ്ക്കും സംവാദത്തിനും സാധ്യത ഇല്ല. അപ്പോൾ ഈ പറഞ്ഞതിൽ ചോദിച്ച കാര്യത്തിലുള്ള വിദ്യാർത്ഥി കേന്ദ്രിത സമീപനത്തിൻ്റെ സവിശേഷത എന്നല്ല, വിദ്യാർത്ഥി കേന്ദ്രിത സമീപനത്തിൻ്റെ സവിശേഷത അല്ലാത്തത് ഏത് എന്നാണ് ചോദിച്ചത്. നെഗറ്റീവ് വേർഡാണ് ക്വസ്റ്റ്യൻ. അല്ലാത്തത് എന്ന് വെച്ചാൽ വിദ്യാർത്ഥിക്ക് സപ്പോർട്ട് ചെയ്യുന്ന വിദ്യാർത്ഥി കേന്ദ്രിത സമീപനം അല്ലാത്തത് ഏത് എന്നാണ് ചോദിച്ചത്. ഇനി നിങ്ങൾ പെട്ടെന്ന് പറയാൻ പറ്റും എ ആണോ, ബി ആണോ, സി ആണോ, ഡി ആണോ ഉള്ളത്, അല്ലേ? ഏതാണ് ആൻസർ വരിക? എല്ലാവരും കിട്ടിയിട്ടുണ്ടാകും. കൃത്യമായിട്ടുള്ള ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്. പഠിതാക്കൾക്ക് ചർച്ചയ്ക്കും സംവാദത്തിനും സാധ്യത ഇല്ല എന്നുള്ളതാണ് ശരി ഉത്തരം. അതായത് വിദ്യാർത്ഥി കേന്ദ്രിത സമീപനമാണെങ്കിൽ പഠിതാക്കൾക്കാണ് പ്രാധാന്യം. ഇവിടെ പഠിതാക്കൾക്ക് ചർച്ചയ്ക്ക് സംവാദ സാധ്യത ഇല്ല എന്ന് പറഞ്ഞാൽ അതെന്തല്ല, വിദ്യാർത്ഥി കേന്ദ്രിത സമീപനത്തിൻ്റെ സവിശേഷത അല്ല. അടുത്തത്, +2 പരീക്ഷയിൽ പരാജയപ്പെട്ട വിനോദ് തൻ്റെ മൂത്ത സഹോദരൻ നേടിയ തിളക്കമാർന്ന വിജയത്തെക്കുറിച്ച് വാ തോരാതെ സംസാരിക്കുന്നു. ഇവിടെ വിനോദ് അനുവർത്തിക്കുന്ന പ്രതിരോധ തന്ത്രം ഏത്? കൃത്യമായിട്ട് മനസ്സിലാക്കണം. ഇതേ ടൈപ്പ് മറ്റൊരു ക്വസ്റ്റ്യൻ നമ്മൾ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്തതാണ്, അല്ലേ? എന്താണ് ഡിഫൻസ് മെക്കാനിസമാണ് ചോദിക്കുന്നത്. വിനോദ് എന്ന് പറയുന്ന ഒരു വ്യക്തിയുണ്ട്, അദ്ദേഹം എന്താണ് +2 പരീക്ഷയിൽ തോറ്റുപോയി. അപ്പോൾ അങ്ങനെ തോറ്റ വിനോദ് എന്ത് ചെയ്യുന്നുണ്ട്, തൻ്റെ സഹോദരൻ്റെ അല്ലെ മൂത്ത സഹോദരൻ നേടിയ തിളക്കമാർന്ന വിജയത്തെക്കുറിച്ച് എന്ത് ചെയ്യുന്നത്, കൃത്യം അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ആ ഒരു സന്തോഷം പ്രകടിപ്പിക്കുന്നു. വിനോദ് തോറ്റു, പക്ഷേ സഹോദരൻ്റെ വിജയത്തെ കൃത്യമായിട്ട് എന്താണ് വാദോരത സംസാരിക്കുന്നുണ്ട്. അപ്പോൾ അത് ഏത് തരത്തിലുള്ള പ്രതിരോധ തന്ത്രമാണെന്നാണ് ചോദിച്ചത്. നോക്കാം. പ്രക്ഷേപണം, യുക്തീകരണം, നഷ്ടപരിഹരണം, അതുപോലെ താതാത്മീകരണം. പ്രക്ഷേപണം, യുക്തീകരണം, നഷ്ടപരിഹരണം, താതാത്മീകരണം. ഏതാണ് നമുക്ക് ആൻസർ വരിക? ഇവിടെ വിനോദ് തൻ്റെ സഹോദരൻ്റെ വിജയത്തിലാണ് കൃത്യമായിട്ടുള്ള സന്തോഷം പ്രകടിപ്പിക്കുന്നത്. അപ്പോൾ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്, യുക്തീകരണം എന്നുള്ളതാണ് ആൻസർ കേട്ടോ. യുക്തീകരണമല്ല, താതാത്മീകരണം. ഓപ്ഷൻ ഡി ആണ് വരിക. ഓപ്ഷൻ ഡി, താതാത്മീകരണം എന്നുള്ളതാണ് കറക്റ്റായിട്ടുള്ള ആൻസർ ആയിട്ട് വരും കേട്ടോ. താതാത്മീകരണം. ഓക്കെ, ഓപ്ഷൻ ഡി ആണ് ശരി ഉത്തരം. അടുത്ത ക്വസ്റ്റ്യൻ, സമൂർത്ത ചിന്തന ഘട്ടം എന്നത്, അതായത് കോൺക്രീറ്റ് ഓപ്പറേഷൻ സ്റ്റേജ് എന്നുള്ളത് നിങ്ങൾ പിയാഷയുടെ തിയറിയുമായി ബന്ധപ്പെട്ട് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അത് എന്ന് പറയുന്നത് ഏത് പ്രായഘട്ടത്തിനിടയിലാണെന്നാണ് ചോദിക്കുന്നത്. ഓപ്ഷൻ നോക്കിയേ: ജനനം മുതൽ 2 വയസ്സ് വരെ, 2 മുതൽ 7 വയസ്സ് വരെ, 11 മുതൽ 15 വയസ്സ് വരെ, അതുപോലെ തന്നെ 7 മുതൽ 11 വയസ്സ് വരെ. അതിൽ കോൺക്രീറ്റ് ഓപ്പറേഷൻ സ്റ്റേജ് അഥവാ സമൂർത്ത ചിന്തന ഘട്ടം ആണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്, അല്ലേ? ആൻസർ ഏതാണ് പറയാൻ പറ്റുമോ? കൃത്യമായിട്ട് ശ്രദ്ധിക്കണം. നമുക്കറിയാം സമൂഹത്തെ ചിന്തന ഘട്ടം അഥവാ കോൺക്രീറ്റ് ഓപ്പറേഷൻ സ്റ്റേജ് എന്ന് വെച്ചാൽ അദ്ദേഹത്തിന് 3ാമത്തെ സ്റ്റേജിൽ വരുന്നതാണ്, അല്ലേ? അത് കഴിഞ്ഞാൽ ഫോമൽ ഓപ്പറേഷൻ സ്റ്റേജ് ഉണ്ട്, ഔപചാരിക മനോവ്യാപാര ഘട്ടം ഉണ്ട്, ആണല്ലോ. അപ്പോൾ 3ാമത് വരുന്നതാണ്. അപ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് വയസ്സ് പറയാൻ പറ്റും ഏതാണ് വരിക. ഒരു സംശയം വേണ്ട. ജനനം മുതൽ 2 വയസ്സ് വരെ എന്നുള്ളത് എന്തല്ല, അത് സെൻസറി മോട്ടോർ സ്റ്റേജാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ 2 മുതൽ 7 വരെയും കഴിഞ്ഞ് 7 മുതൽ 11 വരെ എന്നുള്ളതാണ് നമ്മുടെ കറക്റ്റായിട്ടുള്ള ആൻസർ വരിക. ഓക്കെ, 7 മുതൽ 11 വയസ്സ് വരെ എന്നുള്ളതാണ് ശരിയായിട്ടുള്ള ഉത്തരം. ക്ലിയർ? അടുത്ത ക്വസ്റ്റ്യൻ, കുട്ടികളുടെ വൈകാരികത സംബന്ധിച്ച് ശരിയല്ലാത്ത പ്രസ്താവന ഏത്? വൈകാരികത സംബന്ധിച്ച് ശരിയല്ലാത്തതാണ് ചോദിച്ചത്. ശരിയല്ലാത്തത് ഓപ്ഷൻസ്: വികാരങ്ങൾ തീവ്രമാണ്, വികാരങ്ങൾ ഹ്രസ്വമാണ്, വികാരങ്ങൾ ക്ഷണികമാണ്, അതുപോലെ തന്നെ വികാരങ്ങൾ സ്ഥിരമാണ് എന്നിങ്ങനെയുള്ള 4 ഓപ്ഷൻസാണ് തന്നിട്ടുള്ളത്. അതിൽ കുട്ടികളുടെ വൈകാരികത സംബന്ധിച്ച് ശരിയല്ലാത്ത പ്രസ്താവനയാണ് നമ്മൾ ചോദിച്ചിട്ടുള്ളത്. ശരിയല്ലാത്ത പ്രസ്താവന: വികാരങ്ങൾ തീവ്രമാണ്, വികാരങ്ങൾ ഹ്രസ്വമാണ്, വികാരങ്ങൾ ക്ഷണികമാണ്, വികാരങ്ങൾ സ്ഥിരമാണ്. ആൻസർ ഏതാണ് പറയാൻ പറ്റുക? ശരി അല്ലാത്തത് എന്നാണ് ചോദിച്ചത്. അപ്പോൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. ആൻസർ ഓപ്ഷൻ ഡി ആണ്, വികാരങ്ങൾ സ്ഥിരമാണ് എന്നുള്ളതാണ് എന്താണ് കുട്ടികളുടെ വൈകാരികതയുമായി ബന്ധപ്പെട്ട് ശരിയല്ലാത്തത്. കാരണം കുട്ടികളുടെ വികാരങ്ങൾ എന്ന് വെച്ചാൽ സ്ഥിരമല്ല, അല്ലേ? അത് മാറിക്കൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ ഇവിടെ തെറ്റാണ്. ഓക്കെ, അടുത്തത് 5ാമത്തെ ചോദ്യം, വളരെ സാർവത്രികമായി കണ്ടുവരുന്ന വികാസപരമായ വൈകല്യം ഏത്? കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. വളരെ സാർവത്രികമായി കണ്ടുവരുന്ന വികാസപരമായ വൈകല്യം ഏത് എന്നാണ് തന്ന 4 ഏറ്റവും കൂടുതലായി കാണപ്പെടുന്നത്. ഓപ്ഷൻ നോക്കാം. ബുദ്ധി വൈകല്യം,
കാഴ്ച വൈകല്യം, ശ്രവണ വൈകല്യം, കായിക ചലനപര വൈകല്യം. ബുദ്ധി വൈകല്യം, കാഴ്ച വൈകല്യം, ശ്രവണ വൈകല്യം, കായിക ചലനപര വൈകല്യം. ഓക്കെ, അപ്പോൾ ഇവിടെ ഏറ്റവും കൂടുതലായിട്ട് കാണപ്പെടുന്നത് അല്ലെങ്കിൽ ഏറ്റവും സാർവത്രികമായിട്ട് എല്ലായിടത്തും വ്യാപിച്ച് കാണപ്പെടുന്നത് ഏത് തരത്തിലുള്ള വൈകല്യമാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. കൃത്യമായിട്ട് ഇതിൻ്റെ ആൻസർ മനസ്സിലാക്കണം. കിട്ടിയവരുണ്ടെങ്കിൽ കുഴപ്പമില്ല, നല്ലത്. അല്ലാത്തവരെല്ലാവരും മനസ്സിലാക്കുക. ഓപ്ഷൻ സി അല്ല, ഓപ്ഷൻ ഡി കായിക ചലനപര വൈകല്യമാണ് കേട്ടോ. കായിക ചലനപര വൈകല്യമാണ് ഏറ്റവും കൂടുതലായിട്ട് അല്ലെങ്കിൽ ഏറ്റവും സാർവത്രികമായിട്ട് കണ്ടുവരുന്നത്. ആറാമത്തെ ചോദ്യം, താഴെ തന്നിരിക്കുന്നവയിൽ ഏതാണ് ബോധന തന്ത്രങ്ങളിൽ ഉൾപ്പെടാത്തത്? ബോധന തന്ത്രങ്ങളിൽ ഉൾപ്പെടാത്തതാണ് ചോദിച്ചിട്ടുള്ളത്. നോക്കാം. റോൾ പ്ലേ, നാടകീകരണം, ബ്രെയിൻ സ്റ്റോമിംഗ്, കിൻഡർ ഗാർട്ടൻ. റോൾ പ്ലേ, നാടകീകരണം, ബ്രെയിൻ സ്റ്റോമിംഗ്, കിൻഡർ ഗാർട്ടൻ. അപ്പോൾ ഇതിൽ ബോധന തന്ത്രങ്ങളിൽ ഉൾപ്പെടാത്തതാണ് ചോദിച്ചിട്ടുള്ളത്. നോക്കാം. റോൾ പ്ലേ, നാടകീകരണം, ബ്രെയിൻ സ്റ്റോമിംഗ് ഒക്കെ നമ്മൾ എന്താണ് ബോധന തന്ത്രമായിട്ട് വരുന്നതാണ് അല്ലേ. പക്ഷേ കിൻഡർ ഗാർട്ടൻ എന്ന് വെച്ചാൽ ബോധന തന്ത്രമല്ല എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കുക. ആൻസർ ഓപ്ഷൻ ഡി ആണ്, കിൻഡർ ഗാർട്ടൻ. ഏഴാമത്തെ ചോദ്യത്തിലേക്ക് വരാം. ക്രിയാഗവേഷണം നടത്തുന്നത് അതായത് എന്തിനാണ് അല്ലെങ്കിൽ ഏത് രീതിയിലാണ് അല്ലെങ്കിൽ എന്തിനാണെന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, അതിൻ്റെ ആവശ്യകതയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. നോക്കാം. ക്രിയാഗവേഷണം നടത്തുന്നത് പാഠപുസ്തകം പുതുക്കുന്നതിന്, ക്ലാസ്സിലെ പെട്ടെന്നുള്ള പഠന പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന്, പാഠ്യപദ്ധതി പരിഷ്കരിക്കുന്നതിന്, അതുപോലെ തന്നെ സമീപ രേഖ വികസിപ്പിക്കുന്നത്. അപ്പോൾ ക്രിയാഗവേഷണം നമ്മൾ എന്തിനാണ് നടത്തുക? പാഠപുസ്തകം പുതുക്കുന്നതിനാണോ, ക്ലാസ്സിലെ പെട്ടെന്നുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ അല്ലെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനാണോ, പാഠ്യപദ്ധതി പരിഷ്കരിക്കുന്നതിനാണോ, അല്ല സമീപ രേഖ വികസിപ്പിക്കുന്നതിനാണോ? എല്ലാവർക്കും അറിയാം, നിങ്ങളെല്ലാം ആക്ഷൻ റിസർച്ചൊക്കെ ചെയ്തവരാണ്, ക്രിയാഗവേഷണം നടത്തിയവരാണ്. അപ്പോൾ ഒരു സംശയം വേണ്ട. എന്താണ് ഇവിടെ തന്നിരിക്കുന്നവർ ക്ലാസ്സിലെ പെട്ടെന്നുള്ള പഠന പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനാണ്. ചിലപ്പോൾ നിങ്ങൾ ക്ലാസ് എടുക്കാൻ പോകുമ്പോൾ എന്താണ് അവിടെ ഒരു 10-30 അല്ലെ ഒരു 10-15 കുട്ടികൾക്ക് കൃത്യമായിട്ട് വായിക്കാനോ എഴുതാനോ പറ്റുന്നില്ല അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? കൃത്യമായിട്ട് അതിനെങ്ങനെ നമുക്ക് ഓവർകം ചെയ്യാം, അതിനുവേണ്ടി നിങ്ങളൊരു കാര്യം കൃത്യമായിട്ട് നിങ്ങൾ പ്ലാൻ നടത്തുന്നു. അങ്ങനെ നടത്തി കൃത്യമായിട്ട് എന്ത് ചെയ്യുന്നു? അതിനൊരു ഔട്ട്പുട്ട് റിസൾട്ടിലേക്ക് നിങ്ങൾ എത്തിക്കുന്നു അല്ലേ. അതാണ് ആക്ഷൻ റിസർച്ച്. ക്ലിയർ? പെട്ടെന്ന് നടത്തുന്നതാണ് ഒരു കൂട്ടം കുട്ടികളിൽ. ഒരാളിലാണെങ്കിൽ അതെന്തായിരിക്കും? ഒരാളിൽ മാത്രമാണെങ്കിൽ ഏക വ്യക്തി പഠനം അല്ലെങ്കിൽ ക്ലിനിക്കൽ മെത്തേഡ് എന്നൊക്കെ വെച്ച് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അത് കൃത്യമായിട്ട് മനസ്സിലാക്കുക. അടുത്ത ക്വസ്റ്റ്യൻ. താഴെ പറയുന്നവയിൽ സഹകരണാത്മക പഠനത്തിൻ്റെ ഉന്നമല്ലാത്തത് ഏത്? സഹകരണാത്മക പഠനത്തിൻ്റെ ഉന്നമല്ലാത്തത് ഏത് എന്നാണ് ചോദിച്ചത്. നോക്കാം. അക്കാദമിക നേട്ടം, വ്യക്തിബന്ധങ്ങൾ മെച്ചപ്പെടൽ, സാമൂഹ്യ നൈപുണി, അതുപോലെ വ്യക്തിഗത തീരുമാനമെടുക്കൽ. ഇതിൽ സഹകരണാത്മക പഠനത്തിൻ്റെ ഉന്നമനം അല്ലാത്തത് ഏതെന്നാണ്? കോപ്പറേറ്റീവ് ലേണിംഗുമായി റിലേറ്റ് ചെയ്യാത്ത അല്ലെങ്കിൽ അതുമായി ബന്ധമില്ലാത്തത് ഏതെന്നാണ് ചോദിച്ചത്. നോക്കാം. അക്കാദമിക നേട്ടം, വ്യക്തിബന്ധങ്ങൾ മെച്ചപ്പെടുത്തൽ, സാമൂഹ്യ നൈപുണി, വ്യക്തിഗത തീരുമാനമെടുക്കൽ. അപ്പോൾ നമുക്കിവിടെ ആൻസറായിട്ട് പറയാൻ പറ്റും ഏതാണ്? സഹകരണാത്മക പഠനം എന്ന് പറഞ്ഞാൽ അതൊരു കോപ്പറേഷനാണ് അല്ലേ. ഡിസ്കസ് ചെയ്ത് നമ്മളൊരു ഗ്രൂപ്പിൽ അല്ലെങ്കിൽ 1-2 ആളുകൾ ഡിസ്കസ് ചെയ്ത് അങ്ങനെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു റിസൾട്ടിലേക്ക് എത്തിച്ചു വരികയാണ് ചെയ്യുന്നത് സഹകരണാത്മക പഠനത്തിൽ. ഓക്കെ, കോപ്പറേറ്റീവാണ്, കോപ്പറേഷനാണ്. ഇവിടെ അതില്ലാത്ത കാര്യങ്ങൾ എന്ന് വെച്ചാൽ നമുക്ക് ഏതാണ് പറയാൻ പറ്റുക? സംശയമൊന്നും വേണ്ട. ഇവിടെ നിലവിൽ നമുക്ക് ആൻസറായിട്ട് പറയാൻ പറ്റും വ്യക്തിഗത തീരുമാനം എടുക്കില്ല കേട്ടോ. വ്യക്തിഗതമായ ഒരു തീരുമാനം നമുക്ക് അവിടെ ഇല്ല. അവിടെ വെച്ചാൽ കോപ്പറേഷൻ എന്ന് വെച്ചാൽ എന്താണ്? വ്യക്തികൾക്കിടയിൽ വ്യക്തികൾ ചർച്ച ചെയ്തിട്ടാണ് തീരുമാനത്തിലേക്ക് എത്തുക. ഓക്കെ, അപ്പോൾ വ്യക്തിഗത തീരുമാനം എടുക്കൽ എന്ന് പറയുന്നത് ശരിയല്ല. അടുത്തത്, ഒരു വ്യക്തിയിൽ വികാസം സംഭവിക്കുന്നത് ഏത് രീതിയിലാണെന്നാണ്, എപ്പോഴാണെന്നാണ് ചോദിക്കുന്നത്. ഇതിൻ്റെ താഴെ 1-2 ഉണ്ട്, നോക്കാം. ജനനപൂർവ്വ കാലഘട്ടം മുതൽ മരണം വരെ, കുട്ടിക്കാലം മുതൽ മരണം വരെ, കുട്ടിക്കാല പൂർവ്വ കാലഘട്ടം മുതൽ കൗമാരം വരെ, അതുപോലെ തന്നെ ജനനപൂർവ്വ കാലഘട്ടം മുതൽ കൗമാരം വരെ. നമുക്ക് ആൻസർ ചെയ്താണ് പറയാൻ പറ്റുക. ഡെവലപ്മെൻ്റ് ആണ് കേട്ടോ. ഒരു വ്യക്തിയിൽ വികാസം അഥവാ ഡെവലപ്മെൻറ്റ് നടക്കുന്നത്. ഡെവലപ്മെൻറ്റ് ടേക്സ് പ്ലേസ് ഫ്രം, നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. എന്താണ്? എല്ലാവരും പഠിച്ചാണ് വൂംബ് ടു ടോംബ് എന്നൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. വൂംബ് ടു ടോംബ് വെച്ചാൽ ജനനത്തിന് മുന്നേ ഉള്ള കാലഘട്ടം മുതൽ മരണം വരെയും സംഭവിക്കുന്നുണ്ട് വികാസം അല്ലേ. അപ്പോൾ എന്നാൽ ജനിച്ചത് മുതൽ മാത്രമല്ല, ജനനത്തിന് മുന്നേ ഉണ്ട്. അപ്പോൾ ആൻസർ ഏതാണ് വരിക? ഓപ്ഷൻ സി അല്ല, ഓപ്ഷൻ ബിയോ അല്ല. ഏതാണ് വരിക? ഓപ്ഷൻ എ ആണ് അല്ലേ. ജനനപൂർവ്വ കാലഘട്ടം, അതായത് ജനിക്കുന്നതിന് മുന്നേ മുതൽ എന്താണ് മരണം വരെ. ക്ലിയർ? അത്രയും കാര്യങ്ങൾ മനസ്സിലാക്കുക. അടുത്ത 10ാമത്തത് വളരെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. ശ്രീബുദ്ധൻ ചരിത്രത്തിൽ അറിയപ്പെടുന്നത് അഹിംസയുടെ പ്രതിരൂപമായിട്ടാണ്. ആൽപോർട്ടിൻ്റെ സിദ്ധാന്തപ്രകാരം ഈ സവിശേഷതയെ വിശേഷിപ്പിക്കാവുന്നത്. ശ്രീബുദ്ധൻ അറിയപ്പെടുന്നതാണ് അഹിംസയുടെ പ്രതിരൂപമായിട്ടാണ് ശ്രീബുദ്ധൻ അറിയപ്പെടുന്നത്. ഓക്കെ, അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ ഫാക്ടർ, ഏറ്റവും വലിയ ക്വാളിറ്റിയാണ് അഹിംസ എന്ന് പറയുന്നത്. ക്ലിയർ നോൺ വയലൻസ് അഥവാ അഹിംസ. അപ്പോൾ ഈ പറയുന്നത് ആൽപോർട്ടിൻ്റെ സിദ്ധാന്തപ്രകാരം അദ്ദേഹത്തിൻ്റെ ഈ ഒരു സവിശേഷതയെ നമുക്ക് എങ്ങനെ വിശേഷിപ്പിക്കാം എന്നാണ് ചോദിക്കുന്നത്. നോക്കാം. മുഖ്യ സവിശേഷകം, മധ്യമ സവിശേഷകം, ദ്വിതീയ സവിശേഷകം, അതുപോലെ ഉപരിപ്ലവ സവിശേഷകം. നിങ്ങൾ ട്രൈറ്റ് തിയറി ഒക്കെ പഠിച്ചിട്ടുണ്ട്. ആൽബർട്ടിൻ്റെ ട്രൈറ്റ് തിയറി ഒക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ ക്ലാസ്സിലുണ്ട് അല്ലേ. അപ്പോൾ അത് വായിച്ച ഒരാളെ സംബന്ധിച്ചിടത്തോളം കൃത്യമായിട്ട് അറിയാം എന്താണ് ബുദ്ധനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ട്രൈറ്റ് അല്ലെങ്കിൽ സവിശേഷതയാണ് ഇത് അഹിംസ. അത് ഏറ്റവും ടോപ്പാണ് അല്ലേ. അപ്പോൾ അതിന് നമ്മൾ എന്ത് വിളിക്കും? കാർഡിനൽ ട്രൈറ്റ് അഥവാ മുഖ്യ സവിശേഷകം എന്നാണ് നമ്മൾ പറയുക അല്ലേ. മുഖ്യ സവിശേഷകം. ഓക്കെ, അതിനാണ് ആൻസർ ഓപ്ഷൻ എ ആണ്. ഗാന്ധിജിയെക്കുറിച്ചും ഈ ഒരു ക്വസ്റ്റ്യൻ വരാറുണ്ട്. ഗാന്ധിജിയിലും അഹിംസ എന്ന് പറയുന്നത് മുഖ്യമാണ്, ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ക്വാളിറ്റിയാണ് അവിടെ നമ്മൾ മുഖ്യ സവിശേഷകമായിട്ട് പറയുക.
അടുത്തത്, പുതിയ അറിവിനെ ഉൾക്കൊള്ളാൻ നിലവിലെ സ്കീമയിൽ മാറ്റം വരുത്തുന്ന പ്രക്രിയ അറിയപ്പെടുന്ന പേര്. പുതിയ അറിവിനെ ഉൾക്കൊള്ളാൻ നിലവിലെ സ്കീമയിൽ മാറ്റം വരുത്തുന്ന പ്രക്രിയ അറിയപ്പെടുന്ന പേര്. നോക്കാം. സ്വാംശീകരണം അഥവാ അസിമിലേഷൻ, സംതുലനം അഥവാ ഇക്വിലിബ്രേഷൻ, അനുകൂലനം അഥവാ അഡാപ്റ്റേഷൻ, അതുപോലെ തന്നെ അധിനിവേശനം അഥവാ അക്കോമഡേഷൻ. പുതിയ അറിവിനെ ഉൾക്കൊള്ളാൻ നിലവിലെ സ്കീമയിൽ മാറ്റം വരുത്തുന്ന പ്രക്രിയയാണ് നമ്മൾ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ആൻസർ എന്താണ് നമുക്ക് പറയാൻ പറ്റുക? ആൻസർ ഓപ്ഷൻ ഡി, അധിനിവേശം അഥവാ അക്കോമഡേഷൻ. അധിനിവേശം അഥവാ അക്കോമഡേഷൻ. 12ാമത്തെ ചോദ്യം, സ്കൂൾ വിദ്യാഭ്യാസത്തിന് വേണ്ടി പാഠ്യപദ്ധതി ചട്ടക്കൂട് തയ്യാറാക്കുന്ന ദേശീയ സ്ഥാപനം ഏത്? ഓക്കെ, പാഠ്യപദ്ധതി ചട്ടക്കൂടാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു പാഠ്യപദ്ധതി ചട്ടക്കൂട് തയ്യാറാക്കുന്ന ദേശീയ സ്ഥാപനം ഏതെന്നാണ് ചോദിച്ചത്. ദേശീയ തലത്തിലാണ്, സംസ്ഥാന തലത്തിലല്ല. ഓക്കെ, നോക്കാം. ഏതാണ് വരിക? കരിക്കുലം ഫ്രെയിം വർക്കിനെ കുറിച്ചൊക്കെ നിങ്ങൾ പഠിച്ചവരായിരിക്കും. അപ്പോൾ അത് തയ്യാറാക്കുന്ന ദേശീയ തലത്തിലായിരുന്നാണ്? UGC, SCERT, CBSE, NCERT. ആരാണ് തയ്യാറാക്കുക? ഒരു സംശയം വേണ്ട, കാരണം ദേശീയ തലത്തിൽ എന്ന് പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് ആൻസറിലേക്ക് എത്താൻ പറ്റും. ആരാണ്? ഒരു സംശയം വേണ്ട, UGC എന്നൊക്കെ തോന്നും. അല്ല, ആൻസർ ഓപ്ഷൻ സി ആയിട്ട് CBSE അല്ല. ആൻസർ ഓപ്ഷൻ ഡി, NCERT ആണ് കേട്ടോ. NCERT ആണ് സ്കൂൾ തല വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ടുള്ള പാഠ്യപദ്ധതി ചട്ടക്കൂട് ദേശീയ തലത്തിൽ തയ്യാറാക്കുന്നത്. 13ാമത്തെ ചോദ്യം, മറ്റു കുട്ടികളോട് അധികം സംസാരിക്കുകയോ കൂട്ടുകൂടി കളിക്കുകയോ ചെയ്യാതെ ഏകാഗിയായി കഴിയുന്ന മിനിയുടെ കാര്യത്തിൽ വിശദമായ ഒരു പഠനം നടത്താൻ ക്ലാസ് ടീച്ചറായ രജനി ആഗ്രഹിക്കുന്നു. താഴെ പറയുന്നതിൽ ഏത് പഠന രീതിയാണ് ടീച്ചർ സ്വീകരിക്കേണ്ടത്? ഓപ്ഷൻസ്: നിരീക്ഷണം അഥവാ ഒബ്സർവേഷൻ, ആക്ഷൻ റിസർച്ച് അഥവാ ക്രിയാഗവേഷണം, പിന്നെയോ കേസ് സ്റ്റഡി അഥവാ ഏക വ്യക്തി പഠനം, അതുപോലെ തന്നെ സർവേ എന്നും കൂടി നമുക്ക് പറയാം അല്ലേ? സർവേ എന്നും കൂടി നമുക്കിവിടെ പറയാം. അപ്പോൾ ആൻസർ നമുക്ക് ഏതാണ് പറയാൻ പറ്റുക? കൃത്യമായിട്ട് നോക്കിയാൽ ഏതാണ് പറയാൻ പറ്റുക? നിരീക്ഷണമാണോ, ആക്ഷൻ റിസർച്ച് ആണോ, കേസ് സ്റ്റഡി ആണോ, സർവേ ആണോ? ഇവിടെ നോക്കുക, മറ്റു കുട്ടികളോട് അധികം സംസാരിക്കാത്ത ഒരു കുട്ടിയെക്കുറിച്ചാണ് പറയുന്നത് അല്ലേ? കളിക്കുകയോ ഒന്നും ചെയ്യാത്ത ഏകാഗിയായി കഴിയുന്ന മിനി എന്ന് പറയുന്ന കുട്ടി. അപ്പോൾ മിനിയെക്കുറിച്ച് മാത്രമാണ് ഇവിടെ ടീച്ചർ പഠിക്കുന്നത് അല്ലെ, പരിശോധിക്കുന്നത് അല്ലേ? മിനിയെക്കുറിച്ചാണ് ടീച്ചർക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഒരാളെന്ന് വെച്ചാൽ എന്താണത്? കേസ് സ്റ്റഡി അഥവാ ഏക വ്യക്തി പഠനമാണ് വെക്കുക. നമ്മൾ തൊട്ട് മുന്നേ പറഞ്ഞു അല്ല, ഒരു ഗ്രൂപ്പ് ആണെങ്കിൽ അതെന്തായിരിക്കും? ക്രിയാ ഗവേഷണം അഥവാ ആക്ഷൻ റിസർച്ച് ആണ്. ഓക്കെ, ഒരു ഗ്രൂപ്പ് നേരിടുന്ന പ്രശ്നമാണെങ്കിൽ ക്രിയാ ഗവേഷണം, ഒരാൾ നേരിടുന്നതാണെങ്കിൽ അതെന്തായിരിക്കും? കേസ് സ്റ്റഡിയാണ്, ഏക വ്യക്തി പഠനമാണ്, ക്ലിനിക്കൽ മെത്തേഡ് എന്നൊക്കെ പറയും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരാം. സാമൂഹിക സാമ്പത്തിക പിന്നാക്കാവസ്ഥയിലുള്ളവർ, ശാരീരിക മാനസിക വെല്ലുവിളികൾ നേരിടുന്നവർ, മികച്ച ശേഷിയുള്ളവർ, പഠന പിന്നാക്കാവസ്ഥയിലുള്ളവർ ഇവരെല്ലാം ഒരേ സ്കൂളിൽ ഒരേ പാഠ്യപദ്ധതി പ്രകാരം പഠനം നടത്തുന്നു. ഇത്തരം സ്കൂളുകൾ ഏത് വിഭാഗത്തിൽ പെടും എന്നാണ് ചോദിച്ചത്. കുറച്ച് കാണുമ്പോൾ വലിയൊരു ചോദ്യമാണെങ്കിലും ഇതൊന്നുമില്ല നിങ്ങൾക്ക് തന്നെ മനസ്സിലായിട്ടുണ്ട്. കാരണം എല്ലാ തരത്തിലുള്ള ആളുകൾ പങ്കെടുക്കുന്ന ആളുകളെ പഠിക്കുന്ന സ്കൂളുകളെ അറിയപ്പെടുന്ന ആ ഒരു വിദ്യാഭ്യാസ രീതിയാണ് ചോദിക്കുന്നത്. ഓക്കെ, എല്ലാ തലത്തിലുമുള്ള ആളുകളെ കുറിച്ചാണ് അവിടെ പറയുന്നത്. എല്ലാ തലത്തിലുമുള്ള ആളുകളാണ്. ഓക്കെ, സാമൂഹിക സാംസ്കാരിക വെല്ലുവിളികൾ നേരിടുന്നവരുണ്ട്, മികച്ച ശേഷിയുള്ളവരുണ്ട്, പഠന ഭിന്നാക്കാവസ്ഥയിലുള്ളവരുണ്ട്. അങ്ങനെ എല്ലാ തരത്തിലുള്ള ആളുകളും ഒരു പാഠ്യപദ്ധതി പ്രകാരം പഠനം നടത്തുന്നു. അതിനെ വിളിക്കുന്നത് അല്ലെങ്കിൽ ആ സ്കൂൾ ഏത് വിഭാഗത്തിൽ പെടുമെന്ന് ചോദിച്ചാൽ നോ ഡൗട്ട്, സംശയമൊന്നും വേണ്ട, ആൻസർ ഇൻ്റഗ്രേറ്റഡ് അല്ല. ഏതാണ്? ഇൻക്ലൂസീവ് ആണ് കേട്ടോ. ഇൻക്ലൂസീവ് ആണ് എന്നുള്ള കാര്യം മനസ്സിലാക്കി വെക്കുക. ഇൻക്ലൂസീവ് എന്ന് പറഞ്ഞാൽ ഉൾച്ചേർന്ന വിദ്യാഭ്യാസമാണ് അല്ലെങ്കിൽ സ്കൂളാണ് എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. 15ാമത്തെ ചോദ്യം, ഡാർവിൻ്റെ സിദ്ധാന്തങ്ങളിൽ ആകൃഷ്ടനായ വില്യം ജെയിംസ് അവതരിപ്പിച്ച മനഃശാസ്ത്ര പദ്ധതി അറിയപ്പെടുന്നത് ഏത് പേരിലാണ്? വെരി 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 ഇമ്പോർട്ടൻ്റ് ആണ്. ഡാർവിൻ്റെ സിദ്ധാന്തങ്ങളിൽ ആകൃഷ്ടനായിട്ടുള്ള വില്യം ജെയിംസ് അവതരിപ്പിച്ച മനഃശാസ്ത്ര പദ്ധതി അറിയപ്പെടുന്ന പേര്: വ്യവഹാരവാദം ഓർ ബിഹേവിയറിസം, ജ്ഞാനോത്തരവാദം കോഗ്നിറ്റിവിസം, ഘടനാവാദം സ്ട്രക്ചറലിസം, അതുപോലെ തന്നെ ധർമ്മവാദം അഥവാ ഫങ്ഷണലിസം. ഇതിൽ ഏതാണ് ഡാർവിൻ്റെ സിദ്ധാന്തങ്ങളിൽ ആകൃഷ്ടനായ വില്യം ജെയിംസ് അവതരിപ്പിച്ച ശാസ്ത്ര പദ്ധതി, മനഃശാസ്ത്ര പദ്ധതി എന്നാണ് ചോദിച്ചത് അല്ലേ? ആൻസർ ഇത് ജനറലായിട്ടൊന്ന് മനസ്സിലാക്കി വെക്കണം. ആൻസർ വരുന്നത് ധർമ്മവാദം അഥവാ ഫങ്ഷണലിസം ആണെന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ഓക്കെ, ഓപ്ഷൻ ഡി ആണ്, ധർമ്മവാദമാണ് ശരിയായിട്ടുള്ള ആൻസർ. ക്ലിയർ? 15 ചോദ്യങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. 15 ചോദ്യങ്ങൾ നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റിയ മാർക്ക് എത്രയാണെന്നുള്ള കാര്യം അറിയിക്കണം. കമൻറ്റ് ചെയ്ത് അറിയിക്കുക. കമൻറ്റുകളൊക്കെ നോക്കാറുണ്ട്. ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യാം, ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടെ ശ്രദ്ധിക്കുക. അതുപോലെ ആദ്യമായി കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ പറ്റുമെങ്കിൽ മാത്രം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ ഒന്ന് ശ്രദ്ധിക്കുക. ഓക്കെ, പറ്റുമെങ്കിൽ ഒന്ന് പരിഗണിക്കുക. ക്ലിയർ? ഇത്രയും കാര്യങ്ങളാണ്. അപ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കുക, നന്നായിട്ട് പഠിക്കുക. അടുത്ത ദിവസം കാണാം. താങ്ക്